ഇവിടെ വല്ലടാ. എന്താന്ന് വെച്ചാ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കാതെ. അമ്മ പറഞ്ഞല്ലോ നീ ഫുൾ ടൈം ടിവിയുടെ മുമ്പിലാണെന്ന്. അത് അമ്മ വെറുതെ പറയുന്നതാ. ഓഹോ, അതിന് ഞാനും ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ ടിവിയുടെ മുമ്പിൽ കയറിയിരിക്കുന്ന സമയം നിനക്ക് വല്ല GK മറ്റും പഠിച്ചുകൂടെയായിരുന്നോ? എന്തിനെങ്കിലും പറ്റിയുള്ള പൊതു അറിവ് നിനക്കുണ്ടോ? അച്ഛാ, എനിക്ക് എല്ലാത്തിനെ പറ്റിയുള്ള പൊതു അറിവുണ്ട്. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരാ? അത് അത് അതിപ്പോ ആരാന്ന് ചോദിച്ചാ ഇതാ പറഞ്ഞ അറിയില്ലാന്ന്. ഒരു വിദേശിയും 10 ഇന്ത്യക്കാരുമായിട്ട് ചേർന്ന് അത് കീഴടക്കിയ. എടാ മണ്ട, ഇതൊന്നും ചെന്ന് പുറത്ത് പറയല്ലേ. നീ പറഞ്ഞ തെറ്റാ. ഹിലാരി ആൻഡ് ടെൻസിംഗ് ആണ് അത് കീഴടക്കിയ. അത് തന്നെ അച്ഛാ ഞാൻ പറഞ്ഞത്. ഒരു വിദേശിയായ ഹിലാരിയും 10 സിംഗുമാരും. ശരി അച്ഛാ, സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല. ഇന്ന് മാച്ച് ഉള്ളതാ. ഞാനാണ് ഓപ്പണർ. എടാ മോനെ, അപ്പം നീ കല്യാണത്തിന് വരുന്നില്ലേ? ആരുടെ കല്യാണം അമ്മ? നമ്മുടെ മറിയ ചേട്ടത്തിയുടെ മോളുടെ കല്യാണം. നല്ല ആഹാരമായിരിക്കും. നല്ല ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കാണും. നീ വരുന്നില്ലേ? അച്ഛൻ എന്നെ ഒന്നും പറഞ്ഞ് കൊതിപ്പിക്കണ്ട. എനിക്ക് മാച്ചാ വലുത്. ശരി, എന്നാ നീ പോയിക്കോ. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. എന്താടാ? ഈ കല്യാണ പെണ്ണ് എന്തിനാ വെള്ള വസ്ത്രം ധരിക്കുന്നേ? അത് മോനെ, സന്തോഷത്തിൻ്റെ നിറമാണ് വെള്ള. ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിക്കുന്നത്. ഓ, ഇപ്പോഴാ മനസ്സിലായ എന്തിനാ ചെക്കൻ കറുത്ത ഡ്രസ്സ് ധരിക്കുന്നതെന്ന്. ടിറ്റു ചേട്ടനാണോ ആ പൂച്ചയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചേ? ഞാൻ ഒറ്റയ്ക്കാ അത് ചെയ്തേ. ചേട്ടൻ്റെ ധൈര്യത്തെ സമ്മതിക്കണം. ഇതൊക്കെ വെറും നിസാരം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ടിറ്റു ചേട്ടാ, എനിക്ക് ആ പൂച്ചക്കുട്ടിയെ കാണിച്ചു തരുമോ? പിന്നെന്താ. ടിറ്റു, എന്താ അച്ഛാ? മോനെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിനക്ക് വിഷമമൊന്നും വരാൻ പാടില്ല. എന്താ അച്ഛാ, എന്താ കാര്യം പറയൂ. നീ രാവിലെ രക്ഷിച്ചില്ലേ പൂച്ചക്കുട്ടി? അച്ഛാ, പൂച്ചയ്ക്ക് എന്ത് പറ്റി? അത് ആത്മഹത്യ ചെയ്തു. അയ്യോ, അതെങ്ങനെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറിൽ തൂങ്ങിക്കിടക്കുക. അയ്യോ, അപ്പം അങ്ങനെ ചെയ്താൽ പൂച്ച ചാവുമായിരുന്നോ? എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതാകെ നനഞ്ഞിരുന്ന കൊണ്ട് ഞാൻ പിഴിഞ്ഞ് അതിനെ കയറിൽ കെട്ടിയിട്ടതാ, ഉണങ്ങാൻ വേണ്ടി.